ഒരു വീട്ടു നമ്പറിൽ 10 വോട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് ഇൻഡിവിജ്വലി വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഈ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഒരു വീട്ടിൽ 500 വോട്ട്, 200 വോട്ട്, 100 വോട്ട്, 60 വോട്ട്. ഓരോ വീടുകളിലാണ്, ഓരോ വീട് നമ്പർ സെലക്ട് ചെയ്യും. എന്നിട്ട് എന്താണ്, ഈ ബ്ലറായ രീതിയിൽ ഫോട്ടോ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ ബ്ലറായി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ത്രീക്ക് വന്ന് കാണാമല്ലോ. അപ്പം ഏതാണ് ഈ പറഞ്ഞ എന്താണ് ബ്രസീലിയൻ യുവതിയുടെ ഒരു ബ്ലർ ചെയ്ത ഫോട്ടോ കൊടുത്തേക്കുന്നത്. അവരാരൊക്കെയാണ് ചെയ്യുന്നത്? അത് ലക്ഷ്മി, സരസ്വതി, വിമല, സ്വീറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിൽ കേൾക്കുന്ന പോലെയുള്ള പേരുകളൊക്കെ ഇട്ടേക്കാണ്. എന്നിട്ട് ഈ പേരുകളിട്ടിട്ട് അവർ വന്നിട്ട് വോട്ട് ചെയ്തുകൊണ്ട് പോവാണ്. നോക്കിയാൽ എന്താണ്, ഈ വോട്ടർ ഐ ഡി നോക്കിയാൽ മനസ്സിലാവില്ല, കാരണം ഫോട്ടോ ക്ലിയർ അല്ല. അപ്പോൾ ഏകദേശം ഒരു സ്ത്രീ രൂപമുള്ള ആൾ വരുന്നു, വോട്ട് ചെയ്തു, തിരിച്ചു പോകുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, വോട്ട് ചെയ്തു. ഒരു സ്ത്രീ 20 ബൂത്തിൽ പോയിട്ടല്ല 10 ബൂത്തിൽ പോയിട്ട് 20 വോട്ട് ചെയ്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം അതിനെന്താ തെളിവില്ലെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇങ്ങനെ ഒരു വേവില്ല. ഒരു 5 മാസം മുന്നേ 25% വോട്ട് കിട്ടിയ കോൺഗ്രസ്സിന് അവിടെ ആ ഒരു തരംഗമില്ല. 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 വോട്ട് കൂട്ടി. മനസ്സിലായി? 0-ൽ നിന്ന് 5 പാർലമെൻറ്റ് ഇലക്ഷൻ, 5 സീറ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ പിടിച്ചൊരു സ്ഥലത്ത് ഒരു വേവുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അപ്പോൾ അത് തെളിവുണ്ടല്ലോ. ആ തെളിവ് വെച്ചിട്ടാണ് ഓരോ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഈ മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ്, പിടിച്ചെടുത്ത് കയറി വന്ന മണ്ഡലങ്ങളാണ്, അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയ മണ്ഡലങ്ങളാണ്.